നമസ്കാരം. നമ്മുടെ കേരളത്തിൽ എം പിമാരായിട്ട് ഒരുപാട് ആളുകൾ നിരവധി വർഷങ്ങളായിട്ട് പാർലമെന്റിലേക്ക് പോയിട്ടുണ്ട്. അതിൽ ഒരുപാട് ആളുകൾ കേന്ദ്രമന്ത്രിമാരായിട്ടുണ്ട്. പക്ഷെ ഇവരൊക്കെ ഈ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അവരത് നടപ്പിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും അറിയാം. അതിലൊരു 98% കാര്യങ്ങളും നടപ്പിലാവാത്ത കാര്യങ്ങൾ തന്നെയാണ്. അതിലൊരു സംശയവുമില്ല. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ അവർ പ്രവർത്തിക്കുന്ന 5 വർഷത്തിനിടയിൽ ഒരു പ്രാവശ്യം പോലും എവിടെയും പരാമർശിക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മനോരമ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ഒരു കാര്യം കൃത്യമായിട്ട് നമ്മുടെ തൃശ്ശൂരിലെ MP ആയിട്ടുള്ള കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി പറഞ്ഞിരിക്കുകയാണ്. അത് എയിംസുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹം ജയിച്ചു വന്ന ഉടനെ തന്നെ LDFന്റെയും UDFന്റെയും പല ആളുകൾ അല്ലെങ്കിൽ പല MP മാരും MLA മാരൊക്കെ അവരുടെ പാർട്ടിക്കാരൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വെല്ലുവിളിച്ച് അദ്ദേഹത്തോട് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾക്ക് അത്ര വലിയ ആളാണെങ്കിൽ നിങ്ങൾ എയിംസ് കൂടെ കൊണ്ടുവരണം, എന്ന് കൊണ്ടുവരും, എപ്പോൾ കൊണ്ടുവരും എന്നൊക്കെ നിങ്ങൾ പറയണം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അത് ഒരു ഭീഷണി സ്വരത്തിലേക്കാണ് പറയുന്നത്. ഇത്രയും കാലമായിട്ട് ഇവരുടെ MP മാർ MLA മാരൊക്കെ എന്തെങ്കിലും ഒന്ന് ഇതിനെപ്പറ്റി ചെയ്തിട്ടുണ്ടോ, പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ വട്ടപൂജ്യമാണെന്നുള്ളത് നമ്മൾക്കറിയാം. അപ്പോ എന്താണെങ്കിലും സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകൾ എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം, എന്നിട്ട് ബാക്കി. എയിംസ് ഞാൻ എപ്പോഴും പറയുന്നു, യോഗ്യമായ ഒരു സ്ഥലത്ത് അത് വരണം. വന്നില്ലെങ്കിൽ രാഷ്ട്രീയം അവസാനിപ്പിക്കും. ഈ NDA സർക്കാരിന്റെ കാലഘട്ടത്തിൽ കേരളത്തിൽ എയിംസ് വന്നില്ലെങ്കിൽ ശ്രീ സുരേഷ് ഗോപി പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും. ഇത് ആപേക്ഷിതമാണ്. കൃത്യമായ ഇതിന്റെ പാരാമീറ്റേഴ്സ് ഉണ്ട്. അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽ സ്റ്റേറ്റ് മുന്നോട്ട് വന്നാൽ ഇത് വന്നിരിക്കും. സ്റ്റേറ്റ് മുന്നോട്ട് വന്നും ഇത് നടന്നില്ല എങ്കിൽ രാഷ്ട്രീയം അവസാനിപ്പിക്കും. എയിംസ് ഞാനിപ്പോൾ ഇദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എയിംസ് കേരളത്തിൽ ഈ 5 വർഷത്തിനുള്ളിൽ വരും എന്നാണ് പറയുന്നത്. ഇത് വരാൻ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ആ തടസ്സം അത് പ്രധാനമായിട്ട് തൻ്റെ ഒരു കുറവായിട്ട് തന്നെയാണ് അദ്ദേഹം കാണുന്നത്. അപ്പോൾ എയിംസ് കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനമേ നിർത്തിപ്പോകും എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ രണ്ടാമത്തെ ഒരു കാര്യം കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, സംസ്ഥാന സർക്കാർ ഇതിനു വേണ്ടിയുള്ള സ്ഥലവും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളും അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും ഇവിടെ വരും. അങ്ങനെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വന്നിട്ട് എയിംസിന് വേണ്ടി മുന്നോട്ട് വന്നിട്ടും ഇത് വന്നില്ലെങ്കിലും ഈ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും എങ്ങനെയാണ് ഒരു രാഷ്ട്രീയക്കാരൻ ആകേണ്ടത്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് സുരേഷ് ഗോപിയിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കി തരികയാണ് അദ്ദേഹം തന്നെ. അത് ഇപ്പോൾ നമ്മൾ ചില മാധ്യമങ്ങൾ പരസ്യമായിട്ട് വന്ന് അദ്ദേഹത്തെ കുറെ ആക്ഷേപിച്ച് അദ്ദേഹത്തെ കരിവാരി തേക്കാനും അദ്ദേഹത്തെ പെണ്ണി പിടിയാനാക്കാനും അതിന് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോ അമ്മയിൽ നടക്കുന്ന അല്ലെങ്കിൽ താരസംഘടനയിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഇത് എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിക്കെതിരെ ഒരു പ്രധാനപ്പെട്ട ഒരു നടി വന്നിട്ട് ഇതുപോലെ പറയാത്തത് എന്നുള്ള രീതിയിലൊക്കെ വലിയ വിഷമത്തിലുമാണ്. എന്നാൽ പോലും സുരേഷ് ഗോപിക്കെതിരെയും ആരോപണം ഉന്നയിക്കാനായിട്ട് ഒരുപാട് ആളുകൾക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സംവിധാനങ്ങളെ തകർക്കാൻ, ജനങ്ങളുടെ ഇടയിലുള്ള അദ്ദേഹത്തിന്റെ സ്വാധീനത്തെ ഇല്ലായ്മ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള പരിശ്രമം ഇവരൊക്കെ നടത്തുമെന്നുള്ള തർക്കമില്ല. ഇതിന്റെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു MP കൃത്യമായിട്ട് വിശ്വാസമുണ്ട്. അത് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് മാത്രമല്ല. അദ്ദേഹം ജയിച്ച ദിവസം അന്ന് പറഞ്ഞൊരു കാര്യം, ഞാൻ തൃശ്ശൂരിലെ ജനങ്ങളുടെ മാത്രം MP ആയിരിക്കില്ല, അതോടൊപ്പം ഞാൻ കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും MP ആയിരിക്കും എന്നാണ് പറഞ്ഞത്. മുഴുവൻ ജനങ്ങൾക്കും അദ്ദേഹം വലിയ ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള ഒരു സംഭവമാണ് അദ്ദേഹം ജനങ്ങളെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാം. സുരേഷ് ഗോപി എയിംസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വന്നിരിക്കും, അതിലൊരു തർക്കമില്ല. ഇനി അതിന് സാധിച്ചില്ലെങ്കിൽ, അദ്ദേഹത്തിന്റെ കഴിവ് കുറവ് കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണവശാലോ അതിന് സാധിച്ചില്ലെങ്കിൽ, സംസ്ഥാന സർക്കാർ മുന്നോട്ട് വന്നിട്ട് പോലും അതിന് വേണ്ടിയിട്ട് ആ ഒരു സംഭവത്തിൽ സുരേഷ് ഗോപി പൂർണ്ണമായിട്ടും രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിപ്പിക്കും. അദ്ദേഹം സാധാരണ പണ്ട് എന്താണോ ചെയ്തിരുന്നത് ആ രീതിയിലേക്ക് മാറുമെന്നാണ് പറയുന്നത്. കാരണം ഇത് വെറും വാക്കല്ല എന്ന് അദ്ദേഹത്തിന്റെ സംസാര രീതിയിൽ തന്നെ നമ്മൾക്കറിയാം. ഇവിടെ പിണറായി വിജയനും ഉമ്മൻചാണ്ടിയും അല്ലെങ്കിൽ ഒരുപാട് ആളുകളൊക്കെ ഇവിടെ മുഖ്യമന്ത്രിമാരും MLA മാരും MP മാരൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ്. ഇപ്പോഴും പിണറായി വിജയനൊക്കെ മുഖ്യമന്ത്രി ആയിട്ടിരിക്കുന്നുണ്ട്. സാധാരണക്കാരായിട്ടുള്ള ഒരു വ്യക്തിയോട് പിണറായി വിജയന്റെ ഈ മുഖ്യമന്ത്രി ആയിട്ടുള്ള പെർഫോമൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലത് പറയുന്ന ആളുകൾ
വളരെ ചുരുക്കമാണ്. പാർട്ടിക്കാരല്ലാതെ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ഒരാളും തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ അനുകൂലിക്കാറില്ല. കാരണം അത്രത്തോളം ദയനീയ അവസ്ഥയിലാണ് സംസ്ഥാന സർക്കാരിന്റെ ഭരണം. ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഇവിടെ ചെയ്തു പോകാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. പാർട്ടി പ്രവർത്തനം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ കൊണ്ടുപോകുന്നത് പോലെ സംസ്ഥാന സർക്കാരിനെ കൊണ്ടുപോകാനാണ് പിണറായി വിജയൻ നിരന്തരമായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ആദ്യത്തെ 5 വർഷം മെച്ചമായിരുന്നു, അല്ലെങ്കിൽ ശരാശരിയായിരുന്നു, കുഴപ്പമില്ല എന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ അത് കിറ്റ് കൊടുത്തിട്ട് വോട്ട് നേടി എന്നുള്ള വലിയൊരു ആരോപണമുണ്ട്. അപ്പോൾ നമ്മുടെ മറ്റ് രാജ്യത്തെ സംസ്ഥാനങ്ങളുടെ വികസന കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് അവർ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുകയാണ്. പല കാര്യങ്ങളിലും മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം മാത്രം നിരന്തരമായിട്ട് താഴേക്ക് പോകുന്ന അവസ്ഥയാണ്. അപ്പൊ സുരേഷ് ഗോപി MP ആയതിലൂടെ വലിയൊരു പ്രതീക്ഷയാണ് നമ്മൾക്കുള്ളത്. ഇതിനിടയിൽ പോലും അദ്ദേഹത്തെ, സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ജനങ്ങളുടെ ഇടയിൽ നിന്ന്, പ്രവർത്തന രംഗത്ത് നിന്ന് മാറി നിൽക്കാൻ പോവുകയാണെന്നുള്ള രീതിയിലുള്ള മറ്റൊരു പ്രചരണം ഇവരുടെ സൈബർ മേഖലയിൽ നിന്നുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് നിരന്തരമായിട്ട് വരുന്നുണ്ട്. അതിന് കാരണമായിരിക്കുന്നത് അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിലാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസംഗം പുറത്തു വന്നത്. അദ്ദേഹം പറയുന്നത് തന്റെ ജീവിത മാർഗമാണ് ഈ സിനിമാ മേഖല എന്നുള്ളത്. അത് അമിത്ഷായുടെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഏകദേശം 3 സിനിമയോളം ചെയ്യാനുണ്ട്. 22 സിനിമകൾ ചെയ്യുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് അദ്ദേഹം എന്നുള്ള ഒരു വിഷയം മുന്നോട്ട് വെക്കുന്നതുണ്ട്. അപ്പോ ഇതിൽ പൂർണ്ണമായിട്ടും അമിത്ഷാ അദ്ദേഹം കൊടുത്ത പേപ്പർ എടുത്ത് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോ ഇങ്ങനെ സിനിമ മേഖലയിൽ നിന്ന് തനിക്ക് വിട്ടുപോകാൻ പറ്റില്ല, സിനിമ ഇല്ലെങ്കിൽ താൻ മരിച്ചു പോകും. അപ്പൊ അതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നാലോ അല്ലെങ്കിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറേണ്ടി വന്നാൽ പോലും സിനിമ ഉപേക്ഷിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ ഏക വരുമാന മാർഗമാണ് സിനിമ, അതിലൊരു തർക്കമില്ല. കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് സർക്കാരിൽ നിന്ന് കിട്ടുന്ന മാസ ശമ്പളം പൂർണ്ണമായിട്ടും ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമെന്ന് പറഞ്ഞ വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് ഈ സർക്കാരിൽ നിന്ന് കിട്ടുന്ന പണത്തിനുപരി അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ജീവിക്കാനുള്ള ഒരു സാമ്പത്തിക സംവിധാനം വേണം. അപ്പൊ അത് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ലഭിക്കുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അത് മാത്രമേ സുരേഷ് ഗോപിയുടെ വരുമാന മാർഗമുള്ളൂ. ബാക്കി അദ്ദേഹത്തിന് ലഭിക്കുന്ന പണമെല്ലാം തന്നെ ജനങ്ങളുടെ സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് മുന്നോട്ട് വെക്കുന്നത്. അതിന്റെ പേരിൽ തന്നെയാണ് ഇത്രയും ആത്മവിശ്വാസത്തോടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ സുരേഷ് ഗോപി പറയുന്നത് ഒരു കാരണവശാലും താൻ ഈ എയിംസ് എന്ന് പറയുന്ന സംവിധാനം കേരളത്തിൽ കൊണ്ടുവരാൻ തനിക്ക് അല്ലെങ്കിൽ തന്റെ സർക്കാരിനോ സാധിച്ചില്ലെങ്കിൽ താൻ ഈ ഒരു രാഷ്ട്രീയ സംവിധാനത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും പുറകോട്ട് പോകും, അല്ലെങ്കിൽ ഇനി അത് ചെയ്യില്ല, അത് അവസാനിപ്പിക്കും എന്ന് പറയുന്നത്. അത് ആത്മവിശ്വാസത്തിന്റെ വാക്കുകളാണ്. രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനുള്ള ആഗ്രഹം അദ്ദേഹത്തിനില്ല. രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് നേടാനുള്ള ആഗ്രഹമുള്ള ആളുകളെ ഇതിനൊക്കെ എന്തെങ്കിലും മുട്ടുന്യായം പറഞ്ഞുകൊണ്ട് അത് അങ്ങനെയാണല്ലോ ഇതിങ്ങനെയാണല്ലോ എന്നുള്ള രീതിയിലൊക്കെ പറയും. പച്ചയായിട്ടുള്ള ഒരു മനുഷ്യനാണ് താനെന്നും തനിക്ക് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെടാൻ വേണ്ടി മറ്റൊന്നിന്റെയും ആവശ്യമില്ല എന്നുള്ള രീതിയിൽ പരസ്യപ്പെടുത്തുന്ന ഒരു യഥാർത്ഥത്തിൽ ഒരു ജനനായകൻ അത് ആദ്യമായിട്ടാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്, തർക്കമില്ല. പണ്ട് ആരൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പിന്നാളന്മാരായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പല ആളുകളുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത് സുരേഷ് ഗോപി ഇന്ന് കേരളത്തിന്റെ ഒരു വലിയ മാതൃകയായിട്ടുള്ള ഒരു വ്യക്തിത്വം തന്നെയാണ്, അതിലൊരു തർക്കമില്ല. നിരന്തരമായിട്ട് അദ്ദേഹത്തെ വേട്ടയാടാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് നിരന്തരമായിട്ട് ജനങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അവർക്കെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിരന്തരമായിട്ട് അദ്ദേഹത്തെ നശിപ്പിക്കാൻ വേണ്ടി, ആക്ഷേപിക്കാൻ വേണ്ടി, അധിക്ഷേപിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള പ്രവർത്തികളെല്ലാം തൃശ്ശൂരിലെ പാർലമെന്റ് സീറ്റിൽ അദ്ദേഹത്തിന്റെ വിജയത്തോടു കൂടി തന്നെ ഒരു പരിധി വരെ അതൊക്കെ ഇല്ലാതായി. ജനങ്ങൾ എത്രത്തോളം വലിയ രീതിയിൽ അദ്ദേഹത്തെ ഒരു സ്വീകാരനായിട്ട് മുന്നിൽ കാണുന്നുണ്ട് എന്നുള്ളതും നമ്മൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണ്. തെളിവാണ് തൃശ്ശൂരിലെ BJP യുടെ വിജയം എന്നുള്ളതും യാതൊരു തർക്കമില്ല.